ഹായ് അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, HS4 അവറിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ ഓരോ ബഹളമായിരുന്നു. അപ്പം നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. വൈപ്പിൻ ബീച്ചിലേക്കാണ് പോണത്. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വൈപ്പിന് പോകുന്നത്. അപ്പോൾ പിള്ളേർക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനുണ്ട്, ഇതിൽ സിസ്റ്ററുണ്ട്, അമ്മായിയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, പിന്നെ എൻ്റെ മോനും അനിയത്തിയുടെ മോനുണ്ട്, പിന്നെ കുഞ്ഞുമ്മയൊക്കെ ഉണ്ട്. അവർ വേറെ വണ്ടിയിലാണ് വരുന്നത്. ഇതിലെല്ലാവരും കൂടി കയറാൻ പറ്റില്ല. ഇത് യൂബറാണ് നമ്മൾ വിളിച്ചത്. അപ്പം നമ്മൾ ഗോശ്രീ പാലത്തിലെ മേലെ പാലമാണ് മേലെ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ നെയ്റ്റിയുടെ വീഡിയോസ് അല്ലേ ഇടുന്നത്. പിന്നെന്ത് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച അപ്പം വ്ളോഗായിട്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇതാണ് ഗോശ്രീ പാലം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ. എറണാകുളത്തുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. നല്ല വെയിലാണ്. നമ്മൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. എന്നാലും നല്ല വെയിലായിരുന്നു. നമ്മളവിടെ എത്തി കേട്ടോ. അപ്പോൾ ആരുമില്ല ഇവിടെ. നമ്മളാണ് ആദ്യം വന്നത്. ഞങ്ങൾ ഒരു 4 മണിക്ക് മുമ്പ് എത്തി. അപ്പോൾ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ ആരും എത്തിയിട്ടില്ല. പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബീച്ചിൽ പോകണേ കേട്ടോ. എറണാകുളത്ത് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ബീച്ചിലേക്ക് പോകണത്. ഫോർട്ട് കൊച്ചിയിൽ നമ്മളെപ്പോഴും പോകാറുണ്ട്, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പിള്ളേർ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. പൊക്കിപ്പിടി ഇട്ടുണ്ടോ? അവിടെ വന്നിട്ട് പാൻറ് മറ്റേ നിക്കറിട്ടുണ്ടാവില്ലേ ജയ്സി? ഇവിടെ നമുക്ക് പിന്നെ സുഖമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാം. പോലീസുകാരൊക്കെ അവിടെ ഇപ്പം ഉണ്ട്. വെള്ളത്തിലോട്ട് അങ്ങോട്ട് ദൂരെ ഇങ്ങനെ പോകാൻ പാടില്ല, അത് സമ്മതിക്കില്ല ഇറങ്ങാനായിട്ട്. ഇവിടെ 5 പേര് ഈ ഇടയ്ക്ക് മരിച്ചായിരുന്നു. ഈ സ്ഥലത്ത് 5 പേര് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളവിടെ പോയപ്പോൾ. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. ഞാനാണ് എൻ്റെ ബൈക്കിൽ അവരൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുക. പിള്ളേർ ആളുകളൊക്കെ ഒന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. എല്ലാവരും ഹിന്ദിക്കാരന്മാരായിരുന്നു കേട്ടോ. ഹിന്ദിക്കാരായിരുന്നു എല്ലാവരും. ഹിന്ദിക്കാരും തമിഴ് പറയുന്ന ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. വണ്ടിയിൽ വന്നതാണ്. ബസ്സൊക്കെ എടുത്ത് വരുമല്ലോ ടൂറായിട്ട്. ഇത് കുഞ്ഞുമ്മ, എൻ്റെ അനിയത്തി, ഇതെൻ്റെ അമ്മായി. അവരൊന്നും വെള്ളത്തിലിറങ്ങിയില്ല കേട്ടോ. കാലും നനയിലും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ പറഞ്ഞിട്ട്. അപ്പോൾ വെയിൽ കാരണം അങ്ങനെ തലയിലൊക്കെ തൂങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്നും ഹിന്ദിക്കാരൊക്കെയാണ് ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നത്. അവർക്ക് വെള്ളം
കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ കാണിക്കുള്ളൂ. വെള്ളത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിലിങ്ങനെ ബീച്ചില്ലാത്തതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും.